ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ ഇതിഹാസ കൃതികളിൽ ഒന്നായ മഹാഭാരതത്തിലും വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ അഥവാ കണ്ണൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യകാലത്ത് ഭാഗവതരുടെയും വൈഷ്ണവരുടെയും പ്രധാന ദൈവം കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ. പ്രസിദ്ധമായ ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നു കൊടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാഗവത പ്രകാരം കൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായി കരുതപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിനെ പോലെ ചക്രധാരിയായി പലയിടത്തും പ്രകടമാകുന്നുണ്ട്. ഭഗവത്ഗീത, ഭാഗവതം, ഹരിവംശം, വിഷ്ണുപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ഉപനിഷത്തുകൾ, നാരായണീയം എന്നിവകളിൽ കൃഷ്ണന്റെ മഹത്വം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവിനെ പോലെ സർവ്വവ്യാപിയായും സർവ്വദേവതാമയനായും കൃഷ്ണൻ കരുതപ്പെടുന്നു. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രം കൂടിയാണ് കൃഷ്ണൻ. വിശ്വരൂപ ദർശനവും വിശ്വാസവും. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ കൃഷ്ണൻ വിശ്വരൂപ ദർശനത്തിലൂടെ തൻ്റെ സർവേശ്വരത്വം അർജുനന് വെളിപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭക്തരുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇസ്കോണിൻ്റെ അഭിപ്രായ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹൈന്ദവ വിശ്വാസത്തിലെ 14 ലോകങ്ങളിൽ ഒന്നായ ഗോലോകത്തിൻ്റെ അധിപതിയാണ്. അവിടെ ഗോക്കളോടും രാധികാറാണിയോടും കൂടി വസിക്കുന്ന കൃഷ്ണന്റെ ഒരു അവതാരമായി മഹാവിഷ്ണു കണക്കാക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ 8 രൂപങ്ങളായ അഷ്ടലക്ഷ്മിമാരുടെ അവതാരങ്ങളായ 8 പത്നിമാർ ശ്രീകൃഷ്ണനുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ രുക്മിണി സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയായി സ്തുതിക്കപ്പെടുന്നു.